എക്സാം ഡേറ്റ് വന്നു. അപ്പോൾ വെക്കേഷനാന്നും പറഞ്ഞുകൊണ്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്ന പരിപാടിക്ക് തൽക്കാലത്തേക്ക് വിടാം. എന്നാലും ഡേറ്റ് വന്നതല്ലേ, ഇന്നൊരു സ്റ്റഡി വ്ളോഗ് ആവാം. പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു സ്റ്റിക്കി നോട്ട്, ഒരു ഹൈലൈറ്റർ. ഇതൊരു സ്മൂത്ത് ഷോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഹൈലൈറ്റർ അങ്ങോട്ട് സഹകരിച്ചില്ല. പിന്നെ ഒരു സ്കെയിൽ, ഒരു പെൻ, പിന്നെ കേസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക്. ഇത്രയും സാധനങ്ങളായി കഴിഞ്ഞാൽ പഠിക്കാനുള്ള ടൈമർ സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. ഈ 1 മണിക്കൂറൊന്നും പഠിക്കാനുള്ള മൂടി ഇപ്പം തൽക്കാലത്തിനില്ല. അതുകൊണ്ട് ഞാനത് 30 മിനിറ്റ് ആക്കിൻ്റെ ചുരുക്കി. ഇത് സെറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നേരം വായിച്ചു കഴിയുമ്പോൾ എനിക്കൊരു ടെൻഡൻസി ഉണ്ടാകും, അല്ലാ കുറേ നേരം ആയല്ലോ, ഇനി കുറച്ച് നേരം ഫോണുമ്പോൾ കളിക്കാമെന്ന്. പക്ഷേ സത്യത്തിൽ ആകെ 5 മിനിറ്റേ ഞാൻ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ ടൈമർ വെച്ചാൽ നമ്മൾ എത്ര നേരം കൃത്യമായിട്ട് പഠിച്ചു എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് ഞാൻ പഠിക്കാനെടുത്തത് VNSS ആണ്. നമ്മളെ പഴയ CRTC സിലബസ് തുറന്നപ്പോൾ ഒരു സമുദ്രം പോലെ അങ്ങോട്ട് കിടക്കുക. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഇന്ന് പഠിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഞാൻ അങ്ങോട്ട് എഴുതിയെടുത്തു. ഇത്രയും ടോപ്പിക്സ് ഇന്ന് പഠിക്കാതെ ഞാൻ കിടന്നുറങ്ങൂല. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടി ഇതാണ്. ഈ സ്റ്റിക്കി നോട്ട് ഇങ്ങനെ പറിച്ചെടുക്കൽ അതിനൊരു പ്രത്യേക സുഖമാണ്. അങ്ങനെ പഠിച്ചൊരു പകുതി എത്തിയപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. നമ്മൾ ഈ റീൽസിലും സിനിമയിലൊക്കെ കാണുന്ന 3/4 സീനും വെറും ഉടായിപ്പാണ്. ഇവരെ നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവില്ലേനും. എനിവേ, കുറേ നേരം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് സോൺ ഔട്ട് ആകും. അങ്ങനെ സോൺ ഔട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് സ്വബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടോളി. ഗന്ധർവൻ പാടുന്ന മതിലകമന്താരം പൂവിട്ട വാരം സറഫ് സെക്ഷൻ 73 എന്താ പറയുന്നത്? സെക്ഷൻ 75 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്ഷൻ 73 എന്താ പറയുന്നത് അലീന?